അങ്ങനെ ഞങ്ങൾ 3 സുഹൃത്തുക്കൾ ചേർന്ന് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നമ്മുടെ ദുബായ് അൽഫറ്റം ഞങ്ങൾ അൽ ഖിസൈസിലായിരുന്നു. ഖിസൈസ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര് മുമ്പേ വന്നാലും തിരിച്ച് നല്ല വർത്തമാനം. അതുകൊണ്ട് ആളുകൾക്ക് ഞങ്ങൾ നല്ല പേടിയായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു 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 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് ആയി. അപ്പോൾ 4ാം ക്ലാസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ്ലി ദുബായുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പുതിയ ഫ്രണ്ട്സ് വന്നു. സ്കൂളിലാണെങ്കിലും എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമിലുള്ള കുട്ടികളുമായിട്ടൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനറിയാം. എനിക്കറിയാം എങ്ങനെ എന്ത് സംസാരിക്കണം, എവിടെ നിർത്തണം, എങ്ങനെ തുടങ്ങണം, അതെല്ലാം പഠിച്ച് ആ ഒരു ലോകവുമായിട്ട് ഇങ്ങനെ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ വരികയാണ്. അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടി മരിക്കുന്നത്. അപ്പം ചിലർ അത് മേർഡർ ആണെന്ന് പറയുന്നു, ചിലർ അല്ല പുള്ളിക്കാരി സൂയിസൈഡ് ചെയ്തതാണെന്ന് പറയുന്നു. വേറെ ആരുമല്ല, സിൽക്ക് സ്മിതയാണ് മരിച്ചത്. അത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ബിക്കോസ് അറിയാമല്ലോ, ക്ലാസ് റൂമിൽ പിള്ളേർ ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പം പുള്ളിക്കാരി അങ്ങനെയാണ് മരിച്ചത്, പുള്ളിക്കാരി ഇങ്ങനെയാണ് മരിച്ചത്, നിനക്കറിയാമോ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ഇങ്ങനെ കഥകൾ ഒത്തിരി പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കെന്തോ ആ ഒരു സ്ത്രീയോട് ഭയങ്കര ഒരു അടുപ്പം തോന്നും, മാനസികമായിട്ടൊരു അടുപ്പം തോന്നും. എന്തായിരിക്കും, എന്ത് കാരണം കൊണ്ടായിരിക്കും പുള്ളിക്കാരി മരിച്ചത്, എന്തായിരിക്കും മരിച്ചത്, ദുരൂഹ മരണമാണോ, ഇത് ശരിക്കും ആത്മഹത്യയാണോ, അതോ ആരെങ്കിലും കൊന്നാണോ, ഇതൊക്കെ ഭയങ്കര ഡൗട്ടാണ്. ആ സമയത്താണ് ഈ ഓജോ ബോർഡ് എന്ന് പറയുന്ന സാധനം രംഗത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. പിള്ളേരോടൊക്കെ ക്ലാസ് റൂംസിൽ ടീച്ചേഴ്സ് പറയുന്നുണ്ട് ഓജോ ബോർഡ് ഫേക്കാണ്, അതൊന്നും നിങ്ങൾ ചെയ്യരുത്. ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ഫേക്ക് ആണെന്നൊരു സാധനം പറഞ്ഞാൽ പിള്ളേരത് തീർച്ചയായിട്ടും ചെയ്തു നോക്കും, അത് ഫേക്കാണോ എന്നറിയാൻ. അപ്പോൾ എന്തായാലും ടീച്ചേഴ്സ് ഇടം വലം നിൽക്കാതെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ അതൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ക്യാരം ബോർഡ്സ് വീടുകളിലെല്ലാം വളരെ ഭയന്നാണ് ക്യാരം ബോർഡ്സ് ഒക്കെ എടുത്ത് മാറ്റി വെക്കരുത്. കാരണം ക്യാരം ബോർഡ്സ് ഇരിക്കുമ്പോൾ ക്യാരം ബോർഡിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഭയങ്കര പേടിച്ചിട്ട് ചില പേരൻസ് ഒക്കെ ക്യാരം ബോർഡ്സ് ഇനി നീ കളിക്കണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി കാർഡ് വെച്ച് കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കാർഡ്സ് ഒക്കെ കൊണ്ടുവന്ന ഒരു ഭയങ്കര സംഭവമായിരുന്നു. നമ്മുടെ വീടിന് ഫ്ലാറ്റിന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആളുകൾ ക്യാരം ബോർഡ്സ് എല്ലാം കൊണ്ട് നമ്മുടെ ഈ ഈ വേസ്റ്റുകൾ കൊണ്ട് കളയുന്നിടത്ത് കൊണ്ട് വെക്കുന്നു. ഇനി ആരും ക്യാരം ബോർഡ്സ് കളിക്കേണ്ടതൊക്കെ പേരൻസ് ഒക്കെ ഭയങ്കര പേടിയാണ്. ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഇതിന് ക്യാരം ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു പേപ്പർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 4ആയിട്ട് വരച്ച് യെസ് ഓർ നോ ഒക്കെ വെച്ച് ഷട്ടി എങ്ങനെയൊക്കെയോ ഒരു സാധനം ഒപ്പിച്ചെടുത്തു. അങ്ങനെ ഞങ്ങൾ അൽഫറ്റേമിൻ്റെ അതായത് ആ റോഡ് സൈഡിലായിട്ട് ഒരു 3-4 സ്റ്റെപ്പ് ഉണ്ട്. അത് അധികം ആളുകൾ ആ സൈഡിലേക്ക് വരാറില്ല. ഞങ്ങളുടെ 3 പേരുടെ ഒരു കോട്ടയാണ്, അവിടെയാണ് ഞങ്ങൾ കൂടുതൽ സമയം ഇരിക്കുന്നത്. അവിടെ അധികം ആളുകൾ വരാത്തത് കൊണ്ട് നല്ലൊരു പ്രൈവസി ഉള്ളൊരു ഏരിയയാണ്. അവിടെ ഇരുന്നാണ് ഞങ്ങൾ ഈ ഓജോ ബോർഡ് കളിക്കാൻ തീരുമാനിച്ചത്. ഞാൻ ഇതെന്താണ് സംഭവം, ശരിക്കും സിൽക്ക് സ്മിത വിളിച്ചാൽ വരുമോ? അപ്പോൾ സിൽക്ക് സ്മിതയാണ് നമ്മുടെ വ്യക്തി, വിളിക്കാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പം മരിച്ച് ഇത്ര മാസങ്ങളെങ്ങാണ്ട് ആയതേ ഉള്ളൂ. അപ്പം ഈ വാർത്ത ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്നൊരു ടൈമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി വന്ന് ഇതിനകത്തെല്ലാം ഡ്രോ ചെയ്തു. മറ്റേ ആളും പറഞ്ഞു ഞാനും കൂടും. അങ്ങനെ 2 പേരും കൂടി ഞാനും നടുക്കിരിക്കുക. എനിക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല. എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ഞാൻ ചോദ്യം ചോദിക്കും, അതിനൊരു ഉത്തരം കിട്ടുമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷ മാത്രമാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം അവർ പറയുന്നു, ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ നമ്മളിങ്ങനെ വിളിക്കണം, ഈ സ്പിരിറ്റ് ഇങ്ങനെ വാ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കണം. അപ്പോൾ ഈ കോയിൻ വെക്കുന്നുണ്ട്, ഈ കോയിൻ ഇങ്ങനെ അനങ്ങും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാണ്. ഒരു പരിധി വരെ അതിനകത്ത് ഉള്ള ഒരാൾ ഒരു ഇച്ചിരി ഉടായ്പ പരിപാടി കാണിച്ച് കൈ കൊണ്ട് തന്നെ സ്വയം നീക്കിയതാണ്. ഈ രോമാഞ്ചം പടം കാണുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ പടം രോമാഞ്ചം പടത്തിനകത്തെ ഓരോ കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഓജോ ബോർഡ് കളിക്കുന്ന ഒരു നല്ല ശതമാനം ആളുകളും ആദ്യം കൈ നിട്ട് ചെയ്യുന്ന പരിപാടികളാണ് കൂടുതലും. അപ്പോൾ ആ മുന്നിലിരിക്കുന്ന ആളുകൾ ശരിക്കും ഇത് വിശ്വസിക്കും. സ്പെഷ്യലി ഇതൊരു ഒരു 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 പ്രേതത്തിനെ വിളിച്ച് വരുത്തുക എന്നുള്ളൊരു സാധനം കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കൂടാണ്. അങ്ങനെ ഇത് ഓരോന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ അപ്പം ഇസ് ഇറ്റ് എ മേർഡർ എന്നൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പം യെസ് എന്ന് പറയുന്നു. അപ്പം നമുക്കറിയത്തില്ല ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നതാണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ ഈ കളിച്ച് പോകുന്ന ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ പെട്ടെന്ന് ഞങ്ങളുടെ ഉള്ളിലേക്കൊരു ഭയം കയറുകയാണ്. അതായത് എന്താണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്നൊരു ഭയം. ഒരു പക്ഷേ ഇത് റിയൽ ആണെന്ന് ഉൾക്കൊണ്ടൊരു മൊമെൻ്റ് ആയിരിക്കാം. ആ പേപ്പർ ഉൾപ്പെടെ അവിടെ ഇട്ടിട്ട് ഒരു ഒറ്റ ഓട്ടമാണ് ഞങ്ങൾ 3 വഴിക്കും. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് ഇതിപ്പോൾ ഒരു കളിയാണ്, കഴിഞ്ഞു, ഇന്നത്തെ കാര്യം കഴിഞ്ഞു, നാളെ ഇനി ഇവരെ കാണും എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ചിന്തിച്ചില്ല ആ ഒരു കളിക്ക് ശേഷം, ആ ഒരു ഗെയിമിന് ശേഷം
ഇനി ഒരിക്കലും ഇവരെ കാണത്തില്ല എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. അതൊരു ഭയങ്കരമായ ഒരു തകർച്ച ഉള്ളിലുണ്ടാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരാൾ ഈ 2 പേരെയും പിന്നീട് വീടുകളിൽ നിന്ന് കളിക്കാൻ വിട്ടില്ല. അപ്പം നമ്മൾ ചെന്ന് അവരോട് ഇന്ന് കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇന്ന് കളിക്കാൻ വരുന്നില്ല. അത് നമ്മളെ കാണിക്കുന്ന പോലും ഇല്ല പിള്ളേർ. അങ്ങനെ അവർ പിന്നെ കംപ്ലീറ്റ്ലി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതായത് വരുന്നില്ല, കളിക്കാൻ വന്നാലല്ലേ നമുക്ക് അടുത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ ഇനിയും കാണാതായി പോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു വാർത്ത അറിഞ്ഞിരിക്കുന്നത്, ഒരു കുട്ടി ഫ്ലാറ്റിൽ മേളത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചു. അതാണ് ഒരു ഇൻസിഡൻറ്റ്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു പെയിൻ ആയിരുന്നു. എന്നെ അറിയിച്ചത് തന്നെ ഒരുപാട് നേരത്തിന് ശേഷമാണ്. ഞാൻ കാണാനൊന്നും പോയില്ല, ബിക്കോസ് ഇറ്റ് വാസ് വെരി പെയിൻഫുൾ, ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു മന്ത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെയും കൊണ്ട് നാട്ടിലങ്ങ് പോകുമായിരുന്നു. നാട്ടിൽ പോയതിന് ശേഷം പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അറിഞ്ഞു ദാറ്റ് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടിയ സമയത്ത് വണ്ടി ഇടിച്ച് മരിച്ചു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനകത്ത് അന്ന് ആ ഒരു 3 പേര് കളിച്ച ഇൻസിഡൻറ്റിൻ്റെ അകത്തുനിന്ന് ഏക സർവൈവർ എന്ന് പറയുന്നത് ഞാൻ മാത്രമേ അതിനകത്ത് സർവൈവ് ചെയ്തുള്ളൂ ആ ഒരു ഇതിനകത്തുനിന്ന്. അതുകൊണ്ട് രോമാഞ്ചം സിനിമ കാണുന്ന സമയത്ത് എനിക്കിതിനോട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നടക്കുന്ന ഓരോ ഇൻസിഡൻസും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ആ ഒരു ഒറ്റ ഇൻസിഡൻറ്റോടുകൂടി കംപ്ലീറ്റ്ലി ലൈഫ് മാറുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് ഇത്രയും ഞാൻ ഷെയർ ചെയ്യുന്ന 2 ഫ്രണ്ട്സിനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആൻഡ് ആ ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല എൻ്റെ ലൈഫ് പിന്നെ ഒന്നുകൂടെ മാറാൻ പോകുക എന്നുള്ളത്. അത് ഓരോ തവണയും പുതിയൊരു കാര്യം വരുമ്പോൾ എനിക്ക് പേടിയാണ്, ഇനി എങ്ങനെ ഞാൻ അവിടെ ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ 1997 ദുബായിലൊരു റിസഷൻ ഉണ്ടായി. അപ്പോൾ ആ റിസഷൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഒരുപാട് പേരുടെ ജോലി ഭയങ്കര ഒരു ഡേഞ്ചർ സോണിൽ ചെന്ന് എത്തി. ഡാഡിയുടെ ജോലി അതുപോലെ ഒരു ഡേഞ്ചർ സോണിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡാഡിക്ക് ഒത്തിരി പൈസ ഒക്കെ ഒത്തിരി കട്ട് ചെയ്തു അവർ സാലറിയിൽ നിന്ന്. അപ്പം ഒരുപാട് ഫാമിലിയെ മൊത്തമായിട്ട് ദുബായിൽ നിർത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. കാരണം ആ സമയത്ത് എനിക്കൊരു ബ്രദറോട് ഉണ്ടായി. അപ്പം 2 പേരായി ഞങ്ങൾ. അപ്പം എക്സ്പെൻസുകൾ കൂടുകയാണ്, ഒരു കുഞ്ഞും കൂടെ ആയി. അപ്പം ആ കുഞ്ഞിനെയും പിന്നെ എന്നെയും എല്ലാം നോക്കുന്നത് മമ്മി എല്ലാവരുടെയും കൂടെ എക്സ്പെൻസ് ഭയങ്കര ഒരു ഹ്യൂജ് എക്സ്പെൻസ് ആയിട്ട് അവരിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ തീരുമാനിച്ചു. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് അവരെന്നോട് കൂടെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ബോർഡിങ്ങിൽ പോയി നിൽക്കാൻ ഇഷ്ടമാണ്? ബോർഡിങ് ഭയങ്കര രസമാണ്, നമുക്കറിയാമല്ലോ എന്താണ് ഈ സംഭവം എന്നുള്ളത്. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര ബോർഡിങ് അടിപൊളിയാണ്, ബോർഡിങ് നിനക്ക് അങ്ങനെ ചെയ്യാം, ബോർഡിങ് നിനക്ക് ഇങ്ങനെ ചെയ്യാം, ഇതെന്താണ് ഇവരിപ്പോൾ നിനക്ക്. അപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തായാലും പേരൻസിൽ നിന്നൊരു മാറ്റം, ദുബായിൽ നിന്നൊരു മാറ്റം, ഇതിനി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. അങ്ങനെ കുറേ 2-3 ആഴ്ചയായിട്ട് ഈ ബോർഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ഏറെക്കുറെ മനസ്സിലായി എന്നെ ഏതെങ്കിലും ഒരു ബോർഡിങ്ങിലോട്ട് ഇനി തട്ടാനുള്ള പരിപാടിയാണെന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഡാഡി എന്നോട് ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് ഇറങ്ങി വന്നൊരു കാര്യം പറയട്ടെ, ഞാൻ നിന്നെ നാട്ടിലോട്ട് വിടാൻ പോവാം, ബിക്കോസ് നിന്നെ ഭയങ്കര എന്താ പറയുക ഒരു നല്ല സ്കിൽഡ് വ്യക്തി, നിൻ്റെ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു അടിപൊളി വ്യക്തിയാക്കി മാറ്റാൻ വേണ്ടി നിന്നെ ബോർഡിങ്ങിലേക്ക് വിടാൻ പോകാമെന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നെ സംബന്ധിച്ച് ബോർഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പ്രീമിയം ഗിഫ്റ്റൊക്കെ തരുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൊള്ളാം, അടിപൊളി ബോർഡിംഗ് ഇപ്പോൾ ഓക്കെ ഞാൻ റെഡിയാണ് പോകാൻ. അപ്പോൾ അവിടെ ഓക്കെ ഫൈൻ, അങ്ങനെ ബോർഡിങ്ങിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് എന്നെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് നാട്ടിൽ തിരുവല്ലയിലുള്ള നിക്കോൾസൺ സിറിയൻ ഗേൾസ് ഹൈസ്കൂളിലേക്ക് എൻ്റെ ഒരു എൻട്രൻസ് ആണ്. അടുത്ത ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് ലൈഫിൽ. ആ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ ലൈഫിലെ ദി മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതോടുകൂടി എനിക്കൊരിക്കലും എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ചായി. അപ്പം എന്താ പറയുന്നത്, ആ ഒരു സ്കൂളിലേക്ക് കയറി ചെന്നപ്പം അവിടുത്തെ ആ ഒരു ഏൻഷ്യൻ്റ് ലുക്കും മൊത്തത്തിലൊരു ഭയങ്കര ഒരു ബോർഡിങ് ഫീലിങ്ങും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ വീണ്ടും ആ ഒരു പേടി വരാൻ തുടങ്ങി. ഇവിടെയും ഞാൻ ഒന്നേന്ന് തുടങ്ങണമല്ലോ എന്ന്. പേരുണ്ടെങ്കിൽ ബാഡ് മാർക്കാണ്, തലയിൽ ഒരുപാട് എണ്ണ കൂടുതലാണെങ്കിൽ ബാഡ് മാർക്കാണ്, തലയിൽ എണ്ണയേ ഇല്ലെങ്കിൽ ബാഡ് മാർക്കാണ്. തുണി ആവശ്യമില്ലാതെ നമ്മൾ വൈകുന്നേരം ചാപ്പലിരിക്കുന്ന സമയത്ത് പ്രീഫിക്സ് ഇറങ്ങി ഡോർമെട്രിയിലൂടെ നടക്കും. അന്നേരം കബേർഡിൽ ഇരിക്കേണ്ട തുണികൾ എവിടെയെങ്കിലും പുറത്ത് കിടപ്പുണ്ടെങ്കിൽ ഈ നമ്പർ നോക്കിയാണ് അവർ ബുക്കിനകത്ത് ബാഡ് മാർക്ക്